എൻ്റെ പേര് സണ്ണി, വീട്ടുപേര് ചെറുപുള്ളിപ്പാറ. ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട് 30 വർഷമായി. എൻ്റെ തറവാട് തൊട്ടപ്പുറത്താണ്. എനിക്ക് ഉള്ളത് 2 ഏക്കർ 35 സെൻറ്റ് സ്ഥലമാണ്. അതിൽ ഞാൻ പശു വളർത്തുന്നുണ്ട്. പശുവിനുള്ള പുല്ലുകളാണ് ഇവിടെ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ റംബ്യൂട്ടാൻ, ബട്ടർ ഫ്രൂട്ട്, റേഷൻ ഫ്രൂട്ട്, പിന്നെ ചെറിയ തോതിൽ കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. പിന്നെ കാപ്പി, കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ ഇങ്ങനെയുള്ള കൃഷികളെല്ലാം ചെയ്യുന്നുണ്ട്. കുരുമുളക് നഴ്സറി തൈകൾ ഇടാറുണ്ട്, കാപ്പിത്തൈ ഇടാറുണ്ട്. ഞാനിവിടെ വരുമ്പോൾ ഈ 2 ഏക്കർ സ്ഥലം തന്നെയുള്ളൂ. ദൈവത്തിൻ്റെ ഒരനുഗ്രഹം കൊണ്ടാണ് എനിക്ക് കൃഷി ചെയ്തിട്ട് ഒരു വീട് പണിയാൻ സാധിച്ചു. അതിൻ്റെ ഇടയിൽ കുറച്ച് സുഖമില്ലാത്ത പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വന്നു. ഈ നെറ്റിയുടെ ഈ ഭാഗം ചുളിയാതെ ഒരു പ്രതിസന്ധി ഉണ്ടായി. അങ്ങനെ ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർ ഡോക്ടർ ഗിരിജ കെ മേനോൻ, മിംസിലെ ഡോക്ടർ, അങ്ങനെ ഒരുപാട് ഡോക്ടർമാർ ട്രീറ്റ് ചെയ്തു. എന്നിട്ട് എൻ്റെ ഈ 2 കണ്ണടയില്ലായിരുന്നു. ഈ നെറ്റിയുടെ ഈ സൈഡ് ചുളിയില്ല, ഇപ്പോഴും ചുളിയില്ലാതെ. അങ്ങനെ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. അങ്ങനെ എനിക്ക് അവിടെ ഒരു ധ്യാനം നടക്കുന്ന സമയത്ത് എല്ലാവരും കൈ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ ഒരു അദൃശ്യമായ കരം എന്നെ തൊട്ടതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അതിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ തലയുടെ വേദന മാറിക്കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീട് പണിയാനും ബാക്കിയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത്. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇവിടെ വരുമ്പോൾ ഈ മണ്ണും ഈ കുറഞ്ഞ ചെടികളും ഒക്കെ ഉള്ളായിരുന്നു. ബാക്കിയെല്ലാം പിന്നീട് അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എനിക്ക് മെയിനായിട്ട് കൃഷി എന്ന് പറയാൻ പശു വളർത്തലാണ്. അതിനുള്ള വളർത്തുപുല്ല് ഞാൻ ഇവിടെ എൻ്റെ സ്ഥലത്ത് തന്നെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 2 പശുക്കളാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 27 ലിറ്റർ പാലിൻ്റെ മേലെ ഇപ്പോൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് കറക്കുന്ന ഇളം കറവയും ഒന്ന് വറ്റുകറവയാണ്. അങ്ങനെയാണുള്ളത്. ഇതിലേക്കുള്ള വളം പിന്നെ ഉണ്ടാക്കുന്നത് ഈ കാലികളിൽ നിന്നിട്ടാണ് ഇതിലേക്കുള്ള വളം ഉണ്ടാക്കുന്നത്. അത് ആണ് ഈ ചാക്കിൽ തോട്ടത്തിൽ കൊണ്ടിട്ടിരിക്കുന്നത്. എല്ലാം ജൈവവളം തന്നെയാണ് ഉപയോഗിക്കൽ. ഇംഗ്ലീഷ് വളം അധികം ഉപയോഗിക്കാറില്ല. കീടനാശിനികളും ഉപയോഗിക്കൽ കുറവാണ്. വേണ്ടുന്ന തരത്തിലുള്ള നല്ല ചെറികളൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല പോലെ പുല്ല് ഉണ്ടാവുന്നുണ്ട്. ഈ പുല്ലിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ ഒരു ചാൺ കുഴി എടുത്തിട്ട് അതിൽ വളമിട്ടിട്ട് ഞാൻ നടാറ് 5 തണ്ട് 4 തണ്ട് വെച്ച് 4 സൈഡിലേക്കും ഇട്ടിട്ടാണ് നടുന്നത്. അത് നല്ല രീതിയിൽ വരാറുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ഞാൻ മേലെ കുറച്ച് സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. മണ്ണൊലിപ്പ് തടയാൻ ഇത് ഒരു പരിധിവരെ നല്ലതാണ്. അത് നമുക്ക് പിന്നെ നടക്കുന്ന വഴിയുടെ സൈഡിലും പിന്നെ ഇടിഞ്ഞു പോകുന്ന സൈഡുകൾ അങ്ങനെയുള്ളിടത്ത് കുത്തിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു 10-700 മൂട് പുല്ല് അങ്ങനെയുള്ള സ്ഥലത്ത് ഉണ്ടാക്കാൻ കഴിയും. ഇത് ഉണ്ടെങ്കിൽ പുല്ലിന് വേണ്ടിയിട്ട് അലഞ്ഞു കിടക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ വളത്തുപുല്ല് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന് ഇച്ചിരി ചെറിയും ചാണാനും ഒക്കെ ഇട്ട് കൊടുത്താൽ ഇടയ്ക്കൊന്ന് നോക്കിയാൽ പിന്നെ വെട്ടിക്കഴിഞ്ഞ് അതിന് വളം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആവും. അതിന് നമ്മളെ അടുത്ത് തന്നെ ഉള്ള കാലിവളം കലക്കി വയ്ക്കുക, അല്ലെങ്കിൽ അത് ഉണക്കിയിട്ട് കൊണ്ടുപോയിടുക, എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പോൾ നല്ലപോലെ ഇത് പെട്ടെന്ന് വളരും. ഇതിൻ്റെ വളർച്ച എന്ന് പറയുന്നത് 50 ദിവസം കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ തഴച്ച് വളരും. അത്രയാണ് ഇതിൻ്റെ കാലാവധി. 50 ദിവസം കൊണ്ട് നമുക്ക് വേണ്ട രീതിയിൽ പുല്ല് വീണ്ടും വെട്ടാനാവും.
പിന്നെയുള്ള കൃഷി കവുങ്ങാണ്. കവുങ്ങ് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഉള്ളത്. എല്ലാം ദൈവം തരുന്നതാണ്. എൻ്റെ കൃഷിയിടത്തിൽ പിന്നെ ഇത്രയും കഴുങ്ങ് കായ്ക്കുന്നുണ്ട്. അതിൽ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. കാരണം ഒരുപാട് കഴുങ്ങുകൾ പല തോട്ടങ്ങളിലും മണ്ട പോയിട്ട് മഞ്ഞളിപ്പൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് ദൈവകൃപയാൽ അത്രയ്ക്കുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഒരുവിധം നല്ല രീതിയിൽ തന്നെ കഴുങ്ങുകളിൽ അടക്കിയുണ്ട്. മെച്ചമായിട്ടാണ് ഉള്ളത്. പിന്നെ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അല്ലാതെ കുറേ പൈസ ഉണ്ട് എന്നുള്ള അഹങ്കാരം ഉണ്ടായിട്ടല്ല. അത് പണിക്കാരെ ഒരു ഇതുകൊണ്ട് കൂടെ മാത്രമാണ് നമുക്ക് അങ്ങനെ ഉണ്ടാകുന്നത്. അവരുടെ ആത്മാർത്ഥമായ സഹകരണവും പണിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ദൈവം അനുഗ്രഹിച്ച് തരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ മക്കളെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ചെയ്യുന്നത്. ഈ പശുവും അടയ്ക്കയും കാപ്പിയെല്ലാം ഉള്ളത് കൊണ്ടാണ്. വയലിൽ കവുങ്ങ് നടുന്നതിൻ്റെ മെയിനായിട്ട് 4 സൈഡും ഡ്രെയിനേജുകൾ ഉണ്ടായിരിക്കണം, ഇടച്ചാലുകൾ ഉണ്ടായിരിക്കണം. പിന്നെ വെള്ളം വാർന്നു പോകാനും കെട്ടി നിർത്താനുള്ള സംവിധാനത്തിൽ വേണം ചാലുകൾ എടുക്കാൻ. ഇത് നടുന്ന രീതി എന്ന് പറഞ്ഞാൽ 3 അടി ആഴത്തിൽ കുഴിയെടുത്ത് ലേശം കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഇട്ട് അതിന് മേലെ മണ്ണിട്ടിട്ടാണ് ഈ തൈ വെക്കാറ്. നല്ലപോലെ കിളച്ചിട്ട് വെക്കുകയാണെങ്കിൽ വേരോട്ടം കൂടുതൽ കിട്ടും. അങ്ങനെയാണ് ഈ കഴുങ്ങ് പ്ലാന്റ് ചെയ്യുന്നത്. കരയിലാണെങ്കിൽ കുറച്ചും കൂടെ നല്ല മണ്ണിളക്കിക്കൊണ്ട് പിന്നെ ഒരു 4 അടി ആഴത്തിൽ കുഴിയെടുത്ത് അത് ചപ്പും കരിയിലയും ജൈവവളം ഇട്ട് മൂടിയതിന് ശേഷം ഒരു കുറച്ച് മഴ കിട്ടിയതിന് ശേഷം മാത്രം വെക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. കഴുങ്ങ് പിന്നെ ശ്രദ്ധിച്ചാൽ നല്ല വരുമാനമുള്ള ഒരു കാര്യമാണ്. ജൈവവളങ്ങളാണ് കഴുങ്ങിന് കൂടുതൽ കൊടുക്കേണ്ടത്. പിന്നെ പ്രാർത്ഥനയും അനുഗ്രഹവും ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ദൈവത്തിൽ യേശുവിൻ്റെ നാമത്തിൽ തൈകൾ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹമായിട്ട് തരും. കഴുങ്ങ് വെക്കുമ്പോൾ നമ്മൾ അടിവളമായിട്ട് പിന്നെ ഒരു 2.5 കിലോ ജൈവവളം കൊടുക്കണം. പിന്നെ അത് പിന്നെ ഒരു 6 മാസത്തിന് ശേഷം വീണ്ടും അതിൻ്റെ ചുവടൊക്കെ വൃത്തിയാക്കി നമ്മൾ ചപ്പ് കൊന്നയുടെ ചപ്പാണ് കൂടുതലായിട്ട് വട്ടത്തിൽ ഇട്ട് കൊടുക്കാറ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 4 വർഷം കൊണ്ട് അടക്ക കായ്ക്കും. അങ്ങനെ കായ്ച്ച കഴുങ്ങ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൃഷി രീതികൾ അങ്ങനെയാണ്. പിന്നെ മണ്ണിന് നനവുള്ളപ്പോഴാണ് ജൈവവളങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഈ ജൈവവളങ്ങളായാലും കാലിവളങ്ങളായാലും ഇട്ട് കഴിഞ്ഞാൽ അത് ചെതൽ നിന്ന് പോകത്തുള്ളൂ. അതുകൊണ്ട് നല്ല മണ്ണ് തണുക്കുമ്പോഴാണ് ഈ വളങ്ങൾ ഉപയോഗിക്കേണ്ടത്. അല്ലാത്ത സമയത്ത് നേരത്തെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചെതൽ നിന്ന് പോകത്തുള്ളൂ, ചെടിയൊക്കെ കിട്ടാറില്ല. ഈ കഴുങ്ങിന് പിന്നെ ഈ ചെറുപ്പത്തിലെ ഈ കടയ്ക്ക് ഒരു ചെറിയൊരു ഓട്ട തുളക്കുന്ന ഒരു ജീവിയുണ്ട്. അതിന് നമ്മൾ പിന്നെ സിറിഞ്ച് വെച്ചിട്ട് പിന്നെ ചെറിയ ഈ ജൈവ രീതിയിലുള്ള മരുന്നുകൾ കിട്ടും. അത് പിന്നെ സിറിഞ്ചിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാനാണ് ചെയ്യാറ്. പിന്നെ ഇതിൻ്റെ അടക്ക മഹാളിയായിട്ട് കൊഴിയുന്നുണ്ടെങ്കിൽ അതിനെ തുരിച്ചും ചുണ്ണാമ്പുമാണ് അടിക്കാറ്. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ അധികം കേടുകൾ ഈ ഭാഗത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണുള്ളത്. അതുകൊണ്ട് കൂടുതൽ മരുന്നുകൾ ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. ഞാൻ പിന്നെ ഈ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ചവരും കൂട്ടുകാരും ഒക്കെ നല്ല രീതിയിൽ ശമ്പളം വാങ്ങിയിട്ട് ഒരാൾ DF ആണ് പിന്നെ പാലക്കാട്. അപ്പോൾ പിന്നെ എത്ര പോലീസ്, പട്ടാളം, പഞ്ചായത്ത് ഇങ്ങനെയുള്ള ജോലികളൊക്കെ വന്നപ്പോൾ ഞാൻ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ഒരു വിഷമം തോന്നി. എന്നാലും ഞാൻ കൃഷി കൈവിട്ടില്ല. അങ്ങനെ കൃഷി ചെയ്തു. എന്തായാലും എനിക്ക് ദൈവാനുഗ്രഹം കൊണ്ട് അവരെ പോലെ തന്നെ വരാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. അത് കൃഷിയിലൂടെയാണ് വളർന്നത്. എന്തായാലും അവരെക്കാളും ഒട്ടും പുറകിലല്ല, അവരെക്കാളും മുന്നിൽ തന്നെയാണ് കൃഷിയായാലും ഞാനിപ്പോഴും നിൽക്കുന്നത്.
എന്ന് വിചാരിച്ചിട്ട് അവരെ താത്തിക്കെട്ടി പറയല്ല. അവരോട്, കൃഷിക്കാരോടോ ജോലിക്കാരോടൊപ്പം തന്നെ നമ്മളും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവരോടൊപ്പം എത്തും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. പിന്നെ സമ്പത്തിൽ ഒരിക്കലും ആശ്രയിക്കില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഇവിടെ വരെ എത്താൻ സാധിച്ചത്. ₹1,00,000 വരെ എനിക്ക് കിട്ടിയ സമയങ്ങളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം കിട്ടിയത് 70,000 രൂപയാണ്. പിന്നെ അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ കാപ്പി ആണെങ്കിൽ നമുക്കൊരു 15 ഏക്കർ കാപ്പിയാണ് വർഷത്തിൽ കിട്ടാറ്. പിന്നെ പശുവിൻ്റെ ആണ് നമുക്ക് ആൾറെഡി ഒരു വരുമാനം നല്ല രീതിയിൽ കിട്ടുന്നത്. അത് നമുക്ക് ഒരു മാസത്തിലൊരു 24,000 രൂപയോളം കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ കഴുങ്ങിന് വള്ളിയിട്ട് കൊടുത്താൽ പിടിക്കും. ഒരു 3 അടി വെട്ടിട്ട് ഇടണം. എന്നിട്ടൊരു കമ്പ് വെച്ചിട്ട് വേണം അതിൽ കയറ്റാൻ. എന്നാലും നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം കിട്ടും. കഴുങ്ങിന് ഒരു 2 വർഷം 3 വർഷമായി പൊക്കം വയ്ക്കുമ്പം തന്നെ കടയിൽ ഇട്ട് കൊടുത്താൽ പ്രത്യേക ഒരു വരുമാനം കിട്ടും. ഞാൻ കുറച്ച് കഴുങ്ങിന് ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇത് ഞാൻ മീൻ വളർത്തുന്ന കുളമാണ്. ഇതിൽ ഞാൻ ചെമ്പല്ലി എന്ന് പറഞ്ഞിട്ടുള്ള മീൻ കുഞ്ഞുങ്ങളെ ഇട്ടിട്ടുണ്ട്. ഇട്ടിട്ട് ഇപ്പോൾ ഒരു 4 മാസമായി. ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ വിളവെടുക്കാൻ കഴിയും. ഇത് ഒരു എക്സ്ട്രാ വരുമാനമാണ്. പ്രത്യേകം ഇതുപോലുള്ള കുളങ്ങൾ ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം കിട്ടുന്ന മാർഗ്ഗമാണ്. അപ്പോൾ ഒരു കൃഷി മാത്രം ചെയ്യാതെ പല രീതിയിലുള്ള കൃഷികൾ ചെയ്താലേ വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അതിന് വേണ്ടിയിട്ട് ഒരു കുളം ഉണ്ടാക്കിയിട്ട് നോക്കുകയാണ്. ഇനിയും ഇത് വിജയിക്കുന്നുണ്ട്. ഇതൊരു വർഷം കൊണ്ട് ഇത് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വീട്ടാവശ്യത്തിനും അല്ലാതെ മീൻ കിട്ടലുണ്ട്. ഇപ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഇത് ഒരു എക്സ്ട്രാ വരുമാനമാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കൃഷി രീതികളാണ് ചെയ്താൽ പിന്നെ മെച്ചം ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വയലിൽ കവുങ്ങിനൊപ്പം തന്നെ ഞാൻ കാപ്പിത്തൈ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കുടിയെടുത്ത് പിന്നെ വളമിട്ട് പിന്നെ നല്ല രീതിയിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് 4 കവുങ്ങിൻ്റെ ഇടയിൽ ഒരു കാപ്പി ആണ് നട്ടിട്ടുള്ളത്. അപ്പോൾ 4 കാല് സൈഡ് വഴി നട്ടിട്ട് അതിൻ്റെ നടുവിൽ ഒരു കാപ്പി നമുക്ക് പ്ലാന്റ് ചെയ്യാം. അതും ഒരു എക്സ്ട്രാ വരുമാനമാണ്. അപ്പോൾ അത്തരത്തിൽ കാപ്പി പരീക്ഷണാർത്ഥത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് തീർത്തും ഫുള്ള് ഈ പ്രാവശ്യം വെക്കാൻ പോവാണ്. അപ്പോൾ കുറേ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഫില്ലാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ മൃഗശല്യം ഏറ്റവും കൂടുതൽ ശല്യമുള്ളത് കുരങ്ങാണ്. കുരങ്ങിനെ കൊണ്ടാണ് നമുക്ക് ശല്യം. അത് പിന്നെ 10-15 ദിവസം കൂടുമ്പോൾ കൂട്ടായിട്ട് വരികയും പുറത്തേക്ക് കയറുകയൊക്കെ ചെയ്യും. ഞാൻ മിക്കവാറും അതിനെ ഓടിച്ചു വിടാറാണ് പതിവ്. വേറൊന്നും ചെയ്യാറില്ല. പിന്നെ ഈ കുപ്പി 2 കുപ്പി കെട്ടി തൂക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കമ്പി തൂക്കിയിട്ടിട്ട് അത് ഇങ്ങനെ അടിക്കുമ്പോൾ പിന്നെ കുറേ തന്നെ അങ്ങ് പോവും. പിന്നെ ഉള്ളത് മയിലാണ്. മയിൽ എപ്പോഴേലുമൊക്കെ വരും. വർഷത്തിൽ 1-2 പ്രാവശ്യം വരാറുണ്ട്. മറ്റുള്ള ശല്യങ്ങൾ കുറവാണ്. പന്നി ഇതുപോലെ വർഷത്തിൽ എപ്പോഴെങ്കിലും വന്നാലുള്ളൂ. അപ്പോൾ മഴയൊക്കെ പുതുമഴയൊക്കെ തുടങ്ങുന്ന അവസരത്തിൽ വന്നാലായി, അത്രയേ ഉള്ളൂ. വലിയ ശല്യമില്ല. പിന്നെ 2-3 മുള്ളൻ പന്നിയുണ്ട്. അത് എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ. അങ്ങനെ തുടർച്ചയായിട്ട് കാട്ടാറില്ല. കാട്ടാടിനെ ഇടയ്ക്ക് കാണാറുണ്ട്. പിന്നെ മാന്, ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും അപൂർവമായിട്ട് ഈ പരിസരങ്ങളിലൊക്കെ കാണാറുണ്ട്. ഇത് ഏലച്ചെടിയാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 10-50 മൂട് ഏലം പിന്നെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നട്ടിട്ടുള്ളതാണ്. കവുങ്ങിൻ്റെ ഇടയിലാണ് ഇത് നടുന്നത്. അതും ഈ പറഞ്ഞ മാതിരി 4 കഴുങ്ങിൻ്റെ ഇടയ്ക്ക് ഒരേലം വെച്ചിട്ടാണ് നടുന്നത്. അത് ഒരു
പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടിട്ട് വിജയിക്കുന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്രാവശ്യം ഇത് പൂവിട്ടിട്ടുണ്ട്, ഏലത്തിൻ്റെ പൂ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ളത് തീർത്ത് വെക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. അപ്പോൾ ഇതൊരു പ്രത്യേക വരുമാനമാണ്. കവുങ്ങിൻ്റെ അടുക്ക് നമുക്ക് മറ്റുള്ള കൃഷികളും ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഏലത്തിന് നേരിയൊരു ചോല കഴുകി നിന്ന് തന്നെ ഉണ്ടാവും. പിന്നെ ഇടയ്ക്ക് കുറച്ച് കൊന്നമരങ്ങൾ പിന്നെ ബൗണ്ടറി കണക്കാക്കി നട്ടിട്ട് അത് വെട്ടിയിട്ട് ഇതിൻ്റെ വട്ടത്തിലിടുകയും പിന്നെ ചാണാൻ കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ ചെറി ഒഴിക്കുക, അല്ലെങ്കിൽ ചാണകം ഉണക്കിയിട്ട് വട്ടത്തിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കീടനാശിനികൾ കൂടുതൽ പൊടിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. ഇതുവരെ ഇതിന് മരുന്നൊന്നും തളിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഉപദ്രവങ്ങളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഈ ഏലം വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് തടവെടുത്തിട്ട് ഏലം ഒരു കമ്പ് കൊടുത്തിട്ട് തൊട്ടില്ല എന്ന് പറഞ്ഞ രീതിയിലാണ് ഇത് വെക്കേണ്ടത്. അധികം കുഴിയെടുത്തിട്ട് വെക്കരുത്. കുഴിയെടുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ചീച്ചൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മളിത് തണ്ട് വെച്ചിട്ട് അതിൽ സ്വല്പം പൊടിമണ്ണ് മാത്രം കടയിലിട്ടിട്ടാണ് ഇത് നടുന്നത്. ഒരു ചേനക്കൊക്കെ തടമെടുക്കുന്ന മാതിരി ഒരു തടമെടുത്തിട്ട് പിന്നെ അതിലൊരു ചെറിയ രീതിയിൽ ഒരു കമ്പ് കുത്തിയിട്ട് അതിൽ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ വേരെടുത്തോളും. പിന്നെ കുറച്ച് കരിയില ഉണ്ടെങ്കിൽ വട്ടത്തിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ഇവിടെ ചീച്ചൽ ഉണ്ടായിട്ടില്ല. അത് കുഴി കുത്തിയിട്ട് വല്ലാണ്ട് താത്തി വെച്ചാലാണ് ചീച്ചൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഏലം വെക്കുമ്പോൾ പൊക്കി വെക്കാൻ ശ്രമിക്കുക. ഏലം അങ്ങനെയാണ് പ്ലാന്റ് ചെയ്യേണ്ടത്. അത് കമ്പേ കെട്ടിക്കൊടുത്ത് വേരെടുക്കുന്നവരെ കരിയിലയും കുറച്ച് പൊടിമണ്ണും മാത്രം ഇട്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് കരയിലുള്ള കാപ്പിയാണ്. ഇപ്രാവശ്യം നമുക്ക് മഴ കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ മോട്ടർ വെച്ചിട്ട് വെള്ളമടിച്ചിട്ട് കായ് പിടിച്ചിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ കായ പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലത്തേലും കായ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കാപ്പിക്ക് പരമാവധി കായ ഉണ്ടാവണമെങ്കിൽ അത് പൂക്കുന്ന സമയത്ത് നനവ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. പിന്നെ കാപ്പിക്ക് പൊതയിടുന്ന നല്ലതാണ്. പൊതയിട്ടാൽ വിളവ് കൂടുതൽ കിട്ടും. അതായത് ചപ്പുകളൊക്കെ വെട്ടി അതിൻ്റെ ചോട്ടിലിടുന്നത് വളരെ നല്ലതാണ്. ജൈവവളം ഇട്ട് കൊടുത്താൽ പ്രത്യേക തൂക്കം ഉണ്ടാവും. കാലിവളവും ജൈവവളമാണ് ഏറ്റവും നല്ലത്. പിന്നെ ഒരു പൊടിക്ക് ഇംഗ്ലീഷ് വളം ചേർക്കുന്നതിലും തെറ്റില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അനുചിതമായത് ചെയ്താൽ കാപ്പി നല്ല വിളവുണ്ടാകും. കാപ്പി ഒരിക്കലും നഷ്ടമാവില്ല. നമുക്ക് വാഴ ഒഴിവുള്ള സ്ഥലം നോക്കി, മണ്ണ് ഒലിച്ചു പോകുന്ന ഭാഗം നോക്കി ഒക്കെ നല്ല മണ്ണൊലിപ്പ് തടയാനൊക്കെ ഏറ്റവും പറ്റിയ സാധനമാണ് വാഴ. ഇത് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനമാണ്. അറിയാത്തൊരു പൈസയാണ് വാഴേൻ്റെ കൊലയുടെ പൈസ. ഇവിടെ ഉള്ളത് ഇത് പൂവനാണ്. പിന്നെ റോബസ്റ്റ ഉണ്ട്, നേന്ത്രയുണ്ട്. ഇങ്ങനെയുള്ള വാഴകൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കൊലയുണ്ടായിരുന്നു, വെട്ടിക്കുറഞ്ഞു. അത് ഏത്തവാഴയായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടിക്കൊടുത്തു. ഇപ്രാവശ്യം കായ്ക്ക് ലേശം വില കുറവായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇത് ഒരു വെറൈറ്റി പഴമാണ്. മലേഷ്യൻ പ്ലാവ് എന്നാണ് ഇതിൻ്റെ പേര്. മലേഷ്യയിൽ ഉണ്ടാകുന്ന സൈസ് ഒരു ചക്കയാണ് ഇതിലുണ്ടായിരിക്കുന്ന മലേഷ്യൻ പ്ലാവാണിത്. ഇതൊരു തൈ തന്നെ പ്ലാന്റ് ചെയ്തിട്ടുള്ളൂ. ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇതിലിപ്പോൾ ചക്ക ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഇത് നല്ല മണവും നല്ല ടേസ്റ്റും ശരീരത്തിന് നല്ല ഉത്തമമായിട്ടുള്ളൊരു ഫ്രൂട്ട്സാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ കൊണ്ടുവച്ചതാണ്. ഇത് വീട്ടാവശ്യത്തിനുള്ള കപ്പയാണ്. ഇത് ഒരു 10-20 മൂടുണ്ട്. ഇത് ഒരു ചുവട് കഴിഞ്ഞ കൊല്ലം പറിച്ചപ്പോൾ 20 കിലോ കപ്പയാണ് ഇതിൽ നിന്ന് കിട്ടിയത്. ഇത് നട്ടതിന് ശേഷം കുറേശ്ശെ ചപ്പാണ് ഇതിന് കൂടുതലിടുന്നത്. പിന്നെ ജൈവവളം കുറച്ച് അടിവെള്ളം ഇടാതെ മേലെ കൊടുക്കുന്നുണ്ട്. ജൈവവളങ്ങൾ കൊടുക്കും, വേറെ ഒന്നും ചെയ്യാറില്ല. 20 കിലോ കപ്പ ഇതൊന്ന് പറിക്കാം. വീട്ടാവശ്യത്തിന് ഉണക്കി വെക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. വാട്ടുകപ്പയായിട്ടൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ വള്ളിയാണ്.
ഇത് നമുക്ക് തണ്ട് മുറിച്ചിട്ടാലും പിടിക്കും. പിന്നെ ഇത് ഒരു 2 അടീൻ്റെ കുഴിയെടുത്തിട്ട് വളമിട്ട് മൂടിയിട്ട് അതിൽ തണ്ട് കുത്തിയാലും പിടിക്കും. പിന്നെ ഇതിൻ്റെ കുരു എടുത്തിട്ട് പാവിയാലും നമുക്ക് ഇത് ഒരു എക്സ്ട്രാ വരുമാനം തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനിപ്പോൾ 60 റുപ്യ 70 റുപ്യ മുതൽ കിലോയ്ക്ക് കിട്ടും. ഏറ്റവും കുറഞ്ഞത് 20 റുപ്യ, മഴയാണെങ്കിലും 25 റുപ്യ വരെ നമുക്ക് കിട്ടും. 70 റുപ്യ വരെ ഇതിന് മാർക്കറ്റ് ഉണ്ട്. വിപണിയിലൊക്കെ ചിലയിടത്ത് 100-150 വരെ നടക്കുന്നുണ്ട്. നമുക്കെന്തായാലും കർഷകന് എന്തായാലും ഒരു ആവറേജ് ഒരു 35-40 റുപ്യ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് ചെയ്യുന്നത്. അത് ചില സമയത്ത് കിട്ടാറുണ്ട്. ഇതിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 5 വർഷത്തിൽ കൂടുതൽ ഈ ചെടി നമുക്ക് നിൽക്കും. ഇതിന് നെറ്റ് വേണം. നെറ്റിലാണ് ഇത് പടത്തേണ്ടത്. അപ്പോൾ കയറ് കെട്ടി കൊടുത്തും പടത്താം. നല്ല ഉറപ്പുള്ളത് 5 വർഷത്തിനുള്ള സെറ്റപ്പിൽ വേണം ഇത് പടത്താൻ. ഇത് സപ്പോട്ട എന്ന് പറയുന്നത് ഇത് മുറ്റ് പോലെ കായ ഉണ്ടാകുന്ന ഒരു ചെടിയാണ്. ഇതിൽ കായ ആയിട്ടുണ്ട്. ഇതും ശരീരത്തിന് നല്ല പോഷകമുള്ള സാധനമാണ്. ഇതിന് നമുക്ക് കർഷകന് ഇത് 30 റുപ്യ തോതിൽ കിലോയ്ക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ 30 റുപ്യ തോതിൽ ഇത് പറിച്ച് കടകളിൽ കൊടുക്കാറുണ്ട്. നല്ലൊരു കൃഷിയാണ്. മൃഗശല്യം ഇല്ലെങ്കിൽ ഏറ്റവും ചെയ്യാൻ പറ്റിയ നല്ല രീതിയിലുള്ള ഒരു കൃഷിയാണിത്. 2 അടി വീതിയിലുള്ള കുഴിയെടുത്ത് ഒരു 3 അടി ആഴത്തിൽ കുഴിയെടുത്തിട്ട് അതിൽ ജൈവവളം നിറച്ചിട്ടാണ്, ചപ്പൂട്ടിട്ടാണ്, മണ്ണിട്ട് ആണ് ഇത് നടുന്നത്. പെട്ടെന്ന് വളരുന്ന ചെടിയാണിത്. ഒരു 3 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ കായ്ക്കുകയും ചെയ്യും. ആ കാണുന്ന റംബ്യൂട്ടാനാണ്. റംബ്യൂട്ടാന് നമ്മൾ മതിപ്പ് കൊടുക്കാറാണ്. ഒരു 5000 രൂപയുടെ കൂടുതൽ ഒരു മരത്തുനിന്ന് വരുമാനമുള്ള മരമാണ് റംബ്യൂട്ടാൻ. കുഴപ്പമില്ലാത്തൊരു കൃഷിയാണ്. പിന്നെ അതിന് അടിവശത്ത് നമ്മൾ വള്ളി ഇട്ട് കൊടുത്ത് പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 2 വരുമാനമാണ് അതിൽ നിന്ന് കിട്ടുക. കൊടി ഇടുന്നുണ്ട്. കുരുമുളക് വള്ളിയാണ് അതിൻ്റെ അടിയിൽ പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതും റംബ്യൂട്ടാൻ്റെ വരുമാനം. 2 വരുമാനം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇത് കടിഞ്ഞൂല് പ്രസവിച്ച പശുവാണ്. 15 ലിറ്റർ പാല് ഇപ്പോൾ കറക്കുന്നുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല HF ജേഴ്സിയും കൂടിയ പശുവാണ്. അതും 2ാം പേരാണ്. അതിനും 10-12 ലിറ്റർ പാലോളം ഉണ്ട്. വറ്റുകറവാണത്. അതിൻ്റെ കുട്ടിയാണത്. പശു വളത്തിൽ നഷ്ടമെന്ന് പറഞ്ഞാലും നമുക്ക് 10 ദിവസം കൂടുമ്പോൾ ഒരു 4000 റുപ്യ നമ്മളെ അക്കൗണ്ടിൽ വീഴുന്ന ഒരു സംഭവമാണ്. നല്ല 2 പശു ഉണ്ടെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് പിന്നെ സൊസൈറ്റിയിൽ നമുക്ക് പാലിന് കൊടുക്കുന്ന അതേ വില കിട്ടൂലെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത ഒരു വില മിൽമ നമുക്ക് തരുന്നുണ്ട്. ശരിക്ക് ശ്രദ്ധിച്ച് വൃത്തിക്ക് നോക്കുകയാണെങ്കിൽ നല്ല ആദായം കിട്ടുന്ന ഒരു കാര്യമാണ്. നമുക്ക് 10 ദിവസം കൂടുമ്പോൾ ഒരു പൈസ അക്കൗണ്ടിലുണ്ടാവും. അപ്പോൾ പശു വളത്തിൽ ലാഭകരമാണെന്ന് ചോദിച്ചാൽ വളം നമ്മളെ തോട്ടത്തിൽ ഉപയോഗിക്കാനുള്ള കിട്ടും. മെച്ചം തന്നെയാണ്. ഇതിൽ നഷ്ടമൊന്നും ഉണ്ടാകുന്ന ഒരു ഇതുമില്ല. എല്ലാം ലാഭം തന്നെയാണ്. നഷ്ടമെന്ന് പറയുന്നത് വെറുതെയാണ്. അതിൻ്റെ വളങ്ങളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കിട്ടുന്ന പാലും ലാഭം തന്നെയാണ്. തീറ്റയ്ക്ക് നമുക്കതിൻ്റെ പകുതി ചിലവ് വന്നാലും പകുതി ലാഭം തന്നെയാണ്. ഇതിന് ഇവിടെ പറയുന്നത് ബട്ടർ ഫ്രൂട്ട് എന്നാണ്. ചിലരിതിന് പെണ്ണപ്പഴം എന്നൊക്കെ പറയും. അങ്ങനെ പല പേരുകളുണ്ട് ഇതിന്. ഞങ്ങളിതിന് ബട്ടർ ഫ്രൂട്ട് എന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ ഉണ്ടാകാറ് മഴക്കാലത്താണ്. മഴക്കാലത്ത് നമുക്ക് ഒരു വരുമാനം തരുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണിത്. ഇത് വേനൽക്കുണ്ടായാലും നമുക്കിതിനൊരു 200 രൂപയുടെ മേലെ വില കിട്ടും. വേനൽക്കാലത്താണ് ഈ കായ ഉണ്ടാകുന്നെങ്കിൽ. മഴക്കാലത്ത് നമുക്ക് എന്തായാലും 70 രൂപയിൽ കുറയാതെ തന്നെ ഇതിന് കിലോയ്ക്ക് കിട്ടും. എന്തായാലും ഇത് നല്ലൊരു കൃഷിയാണ്. ഇത് ബഡ് തൈയല്ല. ബഡ് തൈ ആണെങ്കിൽ നമുക്ക് ചോട്ടിൽ നിന്ന് തന്നെ പറിക്കാൻ കഴിയുന്ന രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ലതാണ്. ഇത് ബഡല്ല. ഇത് നമ്മൾ പിന്നെ തോട്ടിയൊക്കെ കെട്ടി ആണ് ഈ കായ പറിച്ചെടുക്കുന്നത്. ഇത് നല്ല രീതിയിൽ തെങ്ങ് വെക്കുന്ന മോഡലിലാണ് ഇതിൻ്റെ തൈ നടേണ്ടത്. അതായത് നല്ല റൗണ്ടിൽ ചതുരത്തിൽ കുഴിയെടുത്തിട്ട് അതിലൊരു കുഴി കുത്തിക്കൊണ്ട് അതിൽ ജൈവവളമൊക്കെ ഇട്ട് നിറച്ച്
നല്ല രീതിയിൽ വെച്ചാൽ ഇത് നല്ല കൃഷിയാണ്. ഇത് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമുക്ക് മഴക്കാലത്തൊക്കെ ഒരു വരുമാനം കിട്ടും, വേനൽക്കാലത്തും കിട്ടും. അപ്പോൾ ഈ കൃഷി ഒരിക്കലും നഷ്ടമല്ല, ഇത് ലാഭകരമായ ഒരു കൃഷിയാണ്. ഇത് നമുക്ക് ബെഡ് അല്ലെങ്കിലും നമുക്ക് 5 വർഷം കൊണ്ട് ഇത് കായയാവും. ബെഡാണെങ്കിൽ 2-ാം വർഷം 3-ാം വർഷം നമുക്ക് കായ വീണ് തുടങ്ങും. ഇത് ഇനി എത്ര താമസിച്ചാലും ഒരു 7 വർഷം കൊണ്ട് കായ്ക്കും. ഇതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം, കുറച്ച് ചാരാൻ, പിന്നെ നമ്മളെ പിണ്ണാക്ക്, കടലപ്പിണ്ണാക്ക്, ഇത് 3ഉം കൂടെ പുളിപ്പിച്ചിട്ട് ഇതിൻ്റെ കടയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമമായ വളം. ഇതിന് കേട് ഉണ്ടാകാറുണ്ട്. അത് പിന്നെ ഇതിൻ്റെ കടഭാഗത്ത് ഒരു പുഴു ഓട്ട തുളയ്ക്കുന്ന ഒരു പതിവുണ്ട്. അത് സിറിഞ്ച് വെച്ചിട്ട് എക്കാലക്സ് പോലുള്ള ഇത് സിറിഞ്ചിൽ കൂടെ പിന്നെ അതിൻ്റെ ആ ഓട്ടയിലേക്ക് സിറിഞ്ച് ചെയ്ത് കൊടുക്കാറാണ് പതിവ്. അപ്പോൾ അങ്ങനെയുള്ള കേടുകൾ. പിന്നെ ഒരു വെള്ള പൂപ്പലുണ്ട്, അതിന് പിന്നെ അടിക്കുന്ന മരുന്നുകളൊക്കെ നമ്മളെ കടകളിൽ അവൈലബിളാണ്. അതിന് ഇന്ന കേടുണ്ടെന്ന് പറഞ്ഞാൽ അവർ തരും. അപ്പോൾ അങ്ങനെയൊക്കെ കൃഷി ഓഫീസറെ സമീപിച്ചൊക്കെ ഇതിന് വേണ്ട മരുന്നുകൾ ചെയ്യാൻ കഴിയും. ഇത് നമുക്കൊരു മരത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞത് ഒരു 10 രൂപയുടെ വരുമാനം, നല്ല റൗണ്ടായ ഒരു മരമാണ്. 10 രൂപയുടെ വരുമാനം ഒരു മരത്തിൽ നിന്ന് കിട്ടും. എനിക്കിപ്പോൾ 40-45 റുപ്യേൻ്റെ കായ ഞാൻ പറിക്കാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കാലാവസ്ഥയിൽ ലേശം കായ കുറവുണ്ട്. എന്നാലും ആവറേജ് ഒരു 10-40,000 രൂപ എന്തായാലും ഇവിടെയുള്ള മരങ്ങൾക്കൊക്കെ കൂടെ കിട്ടും. ഇതാണ് മുള്ളാത്ത. ഇതിൽ കായ ഇട്ടിട്ടുണ്ട്. ഇത് 3 വർഷമായിട്ടുള്ളൂ. 3 വർഷമായിട്ടുള്ള തൈ വെച്ചിട്ട് ഇതിൽ ഉള്ള കായയാണ് ഈ കാണുന്നത്. ഇത് ശരീരത്തിന് ഏറ്റവും വേദന സംഹാരിയായിട്ടൊക്കെ ഉപയോഗിക്കുക. അതായത് ക്യാൻസർ രോഗം കൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നവരൊക്കെ ഇതിൻ്റെ കായ ഒരു വേദന കുറയ്ക്കാനും, ഇതിൻ്റെ ഇല വരെ ഔഷധമാണ്. ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാറൊക്കെ ഉണ്ട്. ഇത് ഞാൻ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്. ഇതിലിപ്പോൾ ഉണ്ടായിരുന്ന തക്കാളി, വള്ളിപ്പയർ, ബീൻസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്ലാന്റ് ചെയ്യും. പിന്നെ കുറഞ്ഞ സ്ഥലത്ത് കുരുമുളക് വള്ളി നഴ്സറി ഇതിലുണ്ട്. ഇത് ഇപ്പോൾ ഒരു 10,000 രൂപയുടെ വള്ളി നഴ്സറി ഇട്ട് കൊടുത്തു. അതിൻ്റെ ബാക്കി വന്ന വള്ളിയാണിത്. മൊത്തത്തിൽ വളർന്നു വരുന്ന തലമുറയോട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ജോലിയോടൊപ്പം തന്നെ സമയം കണ്ടെത്തി കൃഷിയും ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സ് ആണ് വേണ്ടത്. അപ്പോൾ യൗവനത്തിൽ ആയിരിക്കുന്നവരെല്ലാവരും പഠനത്തോടൊപ്പം കൃഷി രീതികളും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അത്തരത്തിലാകുമ്പം ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവില്ല, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വരുന്ന തലമുറയെല്ലാം കൃഷി ചെയ്യാനുള്ള പ്രചോദനത്തോട് മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.